എനിക്കൊപ്പം LDF സ്ഥാനാർത്ഥി വിജയരാഘവനാണ് ഉള്ളത്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലാണ് നമ്മളിപ്പോൾ. പാലക്കാട് കോട്ടയിലാണ്. ഈ ചൂട് എങ്ങനെ കൈകാര്യം ചെയ്യും? ചൂട് നമ്മളെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ്. പക്ഷെ നമ്മളെക്കാൾ പ്രയാസം അവിടെ നമ്മൾ സ്വീകരിക്കാൻ വരുന്നവർ ചിലപ്പോൾ നമ്മൾ വൈകി എത്തുന്നതുകൊണ്ടുണ്ടാവുന്ന പ്രയാസമുണ്ട്. അപ്പൊ അതിലങ്ങനെ ലയിച്ചു തരാനേ നിവൃത്തിയുള്ളൂ. മറ്റേ നമുക്ക് എളുപ്പ വഴികളൊന്നും ചൂടിനെ നേരിടാനില്ല. ആ സമയത്ത് നിർത്തിവെക്കാനും കഴിയില്ല. നിർത്തിവെക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ഏരിയ ഉണ്ടല്ലോ. നേരത്തെ ചെയ്ത് വെച്ച ഒരു ഷെഡ്യൂളിലൂടെയാണ് നമ്മൾ പോവുക. അപ്പൊ അതിൽ എന്തെങ്കിലും ചെറിയ തടസ്സങ്ങൾ ഉച്ചയ്ക്കാകുമ്പോഴേക്കിന് ലേശം ലേറ്റായി പോകും. ഇപ്പൊ 2 ഘട്ടം പൂർത്തിയായി, 3-ാം ഘട്ടത്തിലേക്ക് എത്തിയോ? 3 അല്ല 5 ഘട്ടം പൂർത്തിയാക്കി LDF സ്ഥാനാർത്ഥി. മറ്റേത് സ്ഥാനാർത്ഥികളെക്കാളും ഏറ്റവും കൂടുതൽ റൗണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നത് ശ്രീ A. വിജയരാഘവനാണ്. കാരണം ആദ്യം സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിലേക്ക് എത്തിയതും ശ്രീ വിജയരാഘവനാണ്. 5 റൗണ്ട് പൂർത്തിയാക്കി. 5 റൗണ്ട് കഴിയുമ്പോൾ ആത്മവിശ്വാസത്തിന്റെ തോത് എങ്ങനെയാ? നല്ല നിലയിൽ അത് ഡെവലപ്പ് ചെയ്ത് വന്നു. വെച്ചാൽ ആദ്യം നമ്മൾ ഒരു ചെറിയ ഗ്യാപ്പിനെ ഒന്ന് ഫില്ല് ചെയ്യേണ്ട ഒരു ചുമതലയുണ്ട്. അപ്പോൾ അത് നടന്നു. വളരെ വേഗത്തിൽ തന്നെ ആളുകളിലോട്ട് അങ്ങനെ ലയിച്ചു തരാൻ നമുക്ക് പറ്റുന്ന അതിലത് ഭംഗിയായിട്ട് പോയി. അത് നന്നായി. അത് അപ്പോൾ നമുക്ക് എല്ലാ ന്യൂക്ക് ആൻഡ് കോർണറിൽ എത്തിച്ചേരാൻ പറ്റും. ഏറ്റവും നല്ലത്. എല്ലാ ഇടങ്ങളിലേക്കും പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ, ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയവും മണ്ഡലം ചർച്ച ചെയ്യുന്നുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും ഈ വോട്ടർമാരിൽ ലഭിക്കുന്നൊരു പൾസ് അനുസരിച്ച്. അപ്പോൾ ഈ CA വിഷയമുണ്ട്, പൗരത്വ വിഷയമുണ്ട്, ഒപ്പം തന്നെ ഈ മണ്ഡലത്തിലെ വികസന വിഷയങ്ങളുണ്ട്. ഏതാണ് പാലക്കാട് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരെ ബാധിക്കുന്നതായിട്ട് തോന്നിയത്? അതായത് വോട്ടർമാരുടെ പ്രതികരണം നമ്മൾ വളരെ പൊളിറ്റിക്കലാണ് ഈ തെരഞ്ഞെടുപ്പ്. കാരണം ദേശീയ രാഷ്ട്രീയമൊക്കെ ഏത് സാധാരണക്കാരനും തിരിച്ചറിയേണ്ടതില്ല. നമ്മൾ സാധാരണ വിചാരിക്കും ദേശീയ രാഷ്ട്രീയം പറയാമോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ജനങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പായതുകൊണ്ട് പ്രാദേശിക വിഷയങ്ങളെക്കാൾ കൂടുതലായിട്ട് ദേശീയ വിഷയങ്ങളെക്കാൾ പ്രാധാന്യമുണ്ടതിൽ ഈ ജീവിതത്തെക്കുറിച്ചാണ്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ എന്നൊക്കെ പറയുന്ന വളരെ മൗലികമായ വിഷയങ്ങൾ. ജനങ്ങൾ വളരെ അലർട്ടാണ്. വളരെ അലർട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വലിയ തോതിൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. പാലക്കാട്ട് ഞാൻ കാണുന്നത് വെച്ചാൽ പൊളിറ്റിക്കലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമാക്കുക എന്നതാണ് ഞങ്ങളുടെയൊക്കെ ഒരു ജോലി. രാഷ്ട്രീയമാക്കുക പ്രാദേശിക വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാദേശികതയിൽ സ്വാഭാവികമായിട്ടും വികസനത്തിൻ്റെ പ്രശ്നങ്ങൾ. വികസന പ്രശ്നത്തിൽ ഒരു പാർലമെന്റ് അംഗം ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതാണ്. എല്ലാവരെയും സ്റ്റേറ്റ് ഗവൺമെന്റിനെ, സെൻട്രൽ ഗവൺമെന്റിനെ, ഫെസിലിറ്റീസിനെ അത് കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും ആ വിഷയങ്ങൾ സ്വാഭാവികമായിട്ട് വരും. പാലക്കാടിൻ്റെ കുറേ കൂടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, കൃഷി, വ്യവസായ മേഖല, അതിൽ നോൺ പൊല്യൂട്ടഡ് ഇൻഡസ്ട്രി, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്ത് ജനങ്ങളുടെ സംവേദനം നടത്താവുന്ന ഒരു കാര്യം. അങ്ങനെ നമ്മൾ ചർച്ച ചെയ്തു. ഈ ദേശീയ രാഷ്ട്രീയം വരുമ്പോൾ അങ്ങ് പറഞ്ഞല്ലോ പൊളിറ്റിക്കലായിട്ട് വോട്ടർമാർ ചിന്തിച്ചാൽ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പൗരത്വ നിയമ ഭേദഗതിയില്ല. ഇത് ഒരു വലിയ രീതിയിലുള്ള തിരിച്ചടിയാകുമോ കോൺഗ്രസിന്? അതാണ് നമ്പർ 1. നമ്പർ 2, ദേശീയ തലത്തിൽ പോലും രാഹുൽ ഗാന്ധിയെ പ്രതിരോധിക്കാൻ CPM എത്തുന്നൊരു ഘട്ടമുണ്ട്. ഇപ്പം നമ്മൾ കോയമ്പത്തൂരിലേക്ക് പോയാൽ അണ്ണാമലയ്ക്കെതിരെ നിൽക്കുന്നത് LDFും കോൺഗ്രസും കൂടി ഒരുമിച്ച് നിന്നാണ്. BJP ചൂണ്ടിക്കാട്ടുന്നത് ഈ ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യക്കുള്ളിൽ, കേരളത്തിനുള്ളിൽ ഒരു നിലപാടും കേരളത്തിന് പുറത്ത് മറ്റൊരു നിലപാടുമാണ്. പാലക്കാട് അത് കുറച്ചുകൂടി വ്യക്തമാവുമോ? കാര്യം അതിർത്തി ഉള്ളതുകൊണ്ട്. അല്ല, ഇതിൽ നമ്മൾ കണ്ടത് ഈ രാഷ്ട്രീയ നിലപാടിൽ CIA എടുക്കുക. അതിപ്പോൾ വ്യക്തതയാണ്. നിലപാടുകളുടെ ലെഫ്റ്റിനെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ലെഫ്റ്റ് ഇന്ത്യ മുന്നണിയിൽ കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു തരത്തിലല്ല അതിനെ. ഇന്ത്യ മുന്നണിയുടെ ചില ബ്രോഡ് കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ സെക്യുലറിസം അതൊരു ബ്രോഡ് കോൺസെപ്റ്റാണ്. BJP അധികാരത്തിൽ നിന്ന് മാറ്റുക വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ്. അവിടെയാണ് നമ്മൾ തമ്മിലുള്ള യോജിപ്പിൻ്റെ ഘടകങ്ങൾ വരുന്നത്. ബാക്കി പരസ്പരം വിയോജിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. BJP തോൽപ്പിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഘടകത്തിൽ എപ്പോഴും ഇപ്പോൾ ഏത് സാധ്യത ഉണ്ടെങ്കിലും ലെഫ്റ്റ് ഉപയോഗപ്പെടുത്തും. ഏത് സാധ്യതയും നമ്മൾ ഉപയോഗപ്പെടുത്തും. അപ്പോൾ ഇവിടെ CIA എടുക്കാം. CIAയിൽ കോൺഗ്രസിന് വ്യക്തതയില്ല. കോൺഗ്രസിനെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നം, അല്ലെങ്കിൽ അവർക്ക് സാധ്യമാവാതെ പോകുന്നത് നിലപാടുകളിൽ അവ്യക്തതയുണ്ട് അവർക്ക്. ആ അവ്യക്തതകളുടെ പ്രശ്നം കോൺഗ്രസ് അനുഭവിക്കുക.